ജീവിവർഗങ്ങളിലെ അടിസ്ഥാന ലൈംഗിക ആസ്വാദന സ്വഭാവങ്ങളിൽ ഒന്നാണ് സ്വയംഭോഗം. സ്വയംഭോഗം എന്നത് മനുഷ്യരിൽ മാത്രമല്ല പക്ഷിമൃഗാദികളിലും കാണപ്പെടുന്നതാണ്. ലൈംഗികപരമായിട്ടുള്ള ഉണർവ് ഉണ്ടാകുമ്പോഴാണ് വ്യക്തികൾ സ്വയംഭോഗം ചെയ്യുന്നത്. ഇത് സംതൃപ്തി പ്രദാനം ചെയ്യുന്നു. ലൈംഗിക അവയവങ്ങളെ സ്വന്തം കൈകളാലോ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെയോ ഉത്തേജിപ്പിക്കുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് നേരിട്ട് ചെയ്യുന്നത്, അതായത് ഹസ്തമൈഥുനം. ഇനി പങ്കാളിയുടെ സഹായത്തോടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ലൈംഗിക വേഴ്ചയ്ക്ക് പ്രാധാന്യമില്ല. അതല്ലാണ്ട് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ല എങ്കിൽ സെക്സ് ടോയ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എങ്കിലും സ്വയം ലൈംഗികപരമായിട്ട് ഉത്തേജനം നേടാൻ കഴിയുന്നതാണ്. ഇതെല്ലാം തന്നെ സ്വയംഭോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. കൗമാരപ്രായത്തിലെ ലൈംഗിക വളർച്ച എത്തുമ്പോഴാണ് ഭൂരിഭാഗം വ്യക്തികളും സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത്. എന്നിരുന്നാലും ചെറിയ കുട്ടികളിലും ഇത് കണ്ടുവരാറുണ്ട്. ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇത് കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. സ്വയംഭോഗത്തിന്റെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ അഭാവത്തില് ഉറക്കത്തിൽ ശുക്ലം പുറത്തോട്ട് പോകുന്ന സ്വപ്നസ്ഖലനം എന്ന പ്രക്രിയയും പുരുഷന്മാരിൽ കണ്ടുവരാറുണ്ട്. സ്വയംഭോഗം എന്നതൊരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. അതായത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് സ്വയം രതി ഭാവനകളിൽ മുഴുകുക എന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാനസികമായിട്ടൊരു ഉല്ലാസവും നൽകുന്നു. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണെന്നും നമുക്ക് പറയാം.